അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പോൾ നാരായൺ അവറുകളാണ്. ഗുജറാത്തിൽ ദീർഘവർഷങ്ങളായി പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്ന ദേവദാസന്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ രാത്രി 9 മണി മുതൽ നിങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പോൾ നാരായണൻ അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അരോമ ടി വിയിൽ ഇന്ന് ഇങ്ങനെ കടന്നു വന്ന് ദൈവം നൽകിയ ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് നൽകിയ കൃപക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരം ഒരുക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ ഈ അരോമ ടി വിയിൽ പരിചയപ്പെടുത്തിയ ഞങ്ങളെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന പിൽപ്പുട്ടി പാസ്റ്ററും അപ്പോൾ തന്നെ ദാനിയൽ ജോൺ പാസ്റ്ററും ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ്. അവർ മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നത്. അതിന് മുഴുവൻ മഹത്വവും കർത്താവിന് ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് പോൾ നാരായണൻ എന്നാണ്, പാസ്റ്റർ പോൾ നാരായണൻ. എൻ്റെ സ്വദേശം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് ഓമന പോൾ. 2 മക്കളെ ദൈവം ദാനമായി നൽകി. മൂത്ത മകൻ പ്രൈസ് പോൾ, രണ്ടാമത്തെ ഒരു മകളാണ് കെസിയ പോൾ. 2 പേരും ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ജോലിയിലായിരിക്കുന്നു. ഞാൻ ഇന്ന് ഈ സമയത്ത് സാക്ഷ്യം പറയുന്ന സ്ഥലം ഗുജറാത്തിൽ മെഹ്സാന എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഈ സായനം എഴുതുന്നത് അല്ലെങ്കിൽ ഈ സമയത്താണ് ദൈവം ഇങ്ങനെ മുഖാന്തരം ഒരുക്കിയത്. എൻ്റെ ചെറുപ്രായത്തുള്ള ബാല്യകാലം കേരളത്തിലായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ കേരളത്തിലാണ് ജനിച്ചു വളർന്നത്. അവിടെ ഒരു ഹിന്ദു കുടുംബത്തിൽ ഞങ്ങളെ ആ കുടുംബ പശ്ചാത്തലത്തിൽ എനിക്ക് നൽകിയ അവരുടെ വിശ്വാസവും അവരുടെ ഭക്തി അനുസരിച്ച് ജീവിപ്പാനിടയായിത്തീർന്നു. ചെറുപ്രായത്തിൽ തന്നെ യാതൊരുവിധ തെറ്റായ കൂട്ടുകെട്ടൊന്നും കൂടാതെ, എൻ്റെ പിതാവ് പട്ടാളക്കാരനായിരുന്നു, അതുകൊണ്ട് ഒരു പട്ടാള ചിട്ടയിൽ വളർത്തുവാനിടയായിത്തീർന്നു. മൂത്തത് എനിക്ക് 2 സഹോദരിമാരാണ്. അവര് കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ അവിടെ തന്നെ തറവാട് വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ ഭവനാന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നിരിക്കുന്ന ഭക്തിയും പൂജകളും അതിൻ്റെതായ അനുഭവത്തിൽ കൂടി ഞാൻ മുന്നോട്ട് വരുവാനിടയായിത്തീർന്നു. എൻ്റെ പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പട്ടാളത്തിൽ പോകണമെന്നുള്ളത്. പക്ഷേ ഈ 10ാം ക്ലാസ് വരെ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായി ഞങ്ങളെ ആ നാടുകളിലുള്ളവരെല്ലാം, കുറേ ഹിന്ദുക്കളും ബാക്കിയുള്ളവരെല്ലാം മുസ്ലിമുകളാണ്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ മുസ്ലിമായതുകൊണ്ട് അവരെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ വെളിനാട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെയും ജീവിതത്തിൽ പട്ടാളപ്പണി എനിക്ക് വേണ്ട, ഞാൻ ഗൾഫിൽ പോകാനൊരു ആഗ്രഹം ചെറുപ്രായത്തിലേ വെച്ചിട്ട് എൻ്റെ മാതാപിതാക്കളോടൊക്കെ അത് സംസാരിക്കാനിടയായിത്തീർന്നു. അവിടെ ഞങ്ങൾ അമ്പലങ്ങളും അതിൻ്റെ പൂജകളും ചെറുപ്രായത്തിലേ ചെയ്ത് പല പ്രാവശ്യം ശബരിമലയിൽ കടന്നു പോവുകയും ആ നിലവാരത്തിൽ ജീവിച്ചൊരു കാലഘട്ടത്തിൽ പട്ടാളമല്ല വേണ്ടത്, എനിക്ക് ഗൾഫിൽ ദുബൈ, ഷാർജ ആ ഏരിയയാണ് ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിൽ കൂടി വന്നത്. അങ്ങനെ അതിനു വേണ്ടിയുള്ള ശ്രമം. ആ കാലഘട്ടത്തിൽ പാസ്പോർട്ട് കിട്ടുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെ ആ കുടുംബത്തിൽ അതിനുള്ള അവസ്ഥകൾ അന്നില്ലായിരുന്നു. എങ്കിലും എൻ്റെ കൂട്ടുകാരൻ മുഖാന്തരം ഞാൻ ബോംബെ ഗ്രാൻഡ് റോഡ്, ബോംബെ ഷട്ടറടുത്ത് ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു ചെല്ലുവാനിടയായിത്തും. മാതാവ് മാത്രമേ വീട്ടിലുള്ളൂ. 2 സഹോദരിമാരെ ചെറുപ്രായത്തിലെ 13, 15ാമത്തെ വയസ്സിൽ ഞങ്ങളെ അന്നത്തെ ആ ഹിന്ദു ആ രീതി അനുസരിച്ച് കെട്ടിക്കുവാനിടയായിത്തീർന്നു. ഞാനും മാതാവ് മാത്രം. മാതാവിനോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന്
ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് 1983 10ാം ക്ലാസ്സിന്റെ ഒരു എക്സാം എഴുതാതെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോംബെയിലേക്ക്, ആ ബോംബെ സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുവാനിട ആയി തോന്നി. ഞങ്ങളുടെ നാട്ടുകാരെ ലോഡ്ജ് അവിടെ ഉണ്ട്, ഇൻഡോ ഗൾഫ് ലോഡ്ജ്. അവിടുത്തെ ആമേൻ ആ മുതലാളിയുടെ മകൻ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ അവിടെ പോയി. അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കുകയല്ല, പാസ്പോർട്ട് തലമാറ്റി വെട്ടിക്കലെന്ന് ഞങ്ങൾ പറയും അന്നത്തെ ഭാഷയിൽ, ഞങ്ങൾ അവിടുത്തെ സ്റ്റൈലിൽ തലമാറ്റിയിട്ട് എൻ്റെ ഫോട്ടോ മറ്റൊരാളുടെ പാസ്പോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ പോകുന്ന ഒരു രംഗം അന്നത്തെ നാളിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ച് കുറേ നിന്നു. എൻ്റെ പ്രായത്തിലുള്ള ഒരു വ്യക്തിയുടെയും ഫോട്ടോ അന്നോ അല്ലെങ്കിൽ പാസ്പോർട്ട് എനിക്ക് കിട്ടുവാനിടയായിത്തതിൽ അങ്ങനെ ആ നിലവാരത്തിൽ പോകുന്നത് അല്പം പ്രയാസമുണ്ടായി. എൻ്റെ വിദ്യാഭ്യാസം ചെറിയോ അവിടെ തന്നെ ഒരു മുന്നോട്ട് തുടരുവാൻ കഴിയാതെ 10th ഒരു എക്സാം ബാക്കി ഉണ്ടായിരുന്നു. അത് എഴുതുവാൻ കഴിയാതെ ഞാൻ അവിടെ തന്നെ ഒരു റൂം ബോയ് ആയിട്ട് ജോലി ചെയ്തു. ഞങ്ങൾ നാട്ടുകാരനായതുകൊണ്ട് ഗൾഫിൽ നിന്ന് കുറേ ആൾക്കാർ അവിടെ വരും, ബിസിനസ്സുകാരാണ്. അവരെ കോസ്മെറ്റിക് ഐറ്റം, അവരെ കൊണ്ടുള്ള തുണികളൊക്കെ വിൽക്കുവാനും അവരോട് കൂടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനും അന്ന് 1983 ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുവാനിടയായിത്തും. 1 വർഷം നീങ്ങി, 2 വർഷം നീങ്ങി, 3 വർഷം നീങ്ങി. ഒരിക്കലും ജീവിതത്തിൽ മദ്യം തൊടാത്ത തെറ്റായ ഒരു കാര്യം അറിയാതെ ഇവിടെ വന്നപ്പോൾ അവിടെ വരുന്ന പലവരും കള്ളു കുടിക്കുന്നവരും പല ഭാഗത്ത് പോകുന്നവരും. അപ്പൊ ഞാൻ ഈ റൂം ബോയിയുടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇവരോടുകൂടെ പല ഭാഗത്തൊക്കെ പോകേണ്ടതായി വന്നതുകൊണ്ട് ഞാനും അല്പം ഇവര് ക്ലബിൽ പോയിട്ട് അന്ന് മദ്യമൊന്നും കഴിക്കത്തില്ലായിരുന്നു. നമുക്ക് കൊക്കക്കോല വാങ്ങിത്തരുന്നു, അത് കുടിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീറിലേക്കായി. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി. ജീവിതത്തിൽ മുന്നോട്ട് വരുവാൻ കഴിയാത്ത ഒരു ഗ്യാങ്ങിൽ അകപ്പെടുവാനിടയായി തോന്നി. അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയും മാറുവാൻ വേണ്ടിയും പല രീതിയിൽ പോയെങ്കിലും അതിന് എനിക്ക് സാധിച്ചില്ല. വിദ്യാഭ്യാസം കുടുങ്ങി. അവിടെ ചില പ്രയാസം ഉണ്ടായപ്പോൾ ഞാൻ ഡൽഹിക്ക് 1987 ഡൽഹി ആശ്രം, നിജാമുദ്ദീൻ്റെ അടുത്ത് ആശ്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുവാനിടയായിത്തും. അവിടെ വന്നിട്ടും ഞാൻ കുറച്ച് ഗ്രാൻഡിങ്ങും കട്ടിങ്ങും ടർണിങ്ങും ഇതെല്ലാം ഞാൻ പഠിപ്പാനിടയായിത്തീർന്നു. അവിടെ ഒരു പഞ്ചാബിലൂടെ ഇങ്ങനെ ജോലി ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണ് വലിയൊരു മദ്യപാനവും മയക്കുമരുന്നിൻ്റെ അടിമത്തിലേക്ക് ഞാൻ അറിയാതെ വഴുതു വീണു. ഒരിക്കലും ഒരു ഉറുമ്പിനെ പോലും അന്നത്തെ ചെറുപ്രായത്തിൽ നോവിക്കാത്ത എൻ്റെ ജീവിതത്തിൽ പല കൂട്ടുകെട്ടായിട്ട് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ചായ വേണ്ട, മദ്യം മാത്രം മതി. മദ്യം കിട്ടിയില്ലെങ്കിൽ കൈ ഇങ്ങനെ വിറക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഷാർജയിൽ നമ്മുടെ ഈ ശ്യാംലാൽ കോളേജ് എന്ന് പറയുന്ന ഷാദറയിൽ വലിയൊരു കോളേജുണ്ട്. ഞാൻ ചെറുപ്രായമായിരുന്നു, നീട്ടപ്പെട്ട മുടിയുണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു. ആ ഗാങ്ങിലേക്ക് പിടിച്ചു വരിക, അങ്ങനെയുള്ള ഗാങ്ങിലേക്കൊക്കെ പോയി കുറച്ച് വർഷം അവിടെ നിന്നു. ഇങ്ങനെ ജീവിതത്തിൽ വല്ലാത്തൊരവസ്ഥ, നാട്ടിൽ പോകാൻ കഴിയത്തില്ല, മുന്നോട്ട് പോകില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടി. ബിലായി സ്റ്റീൽ പ്ലാന്റിൽ പോയിട്ട് അവിടെ നല്ലൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കട്ടിങ് ഗ്രൈൻഡിങ് ഒക്കെ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് 3 മാസം നിന്നപ്പോൾ അവിടെ നിന്നും ഇതേ കൂട്ടുകാരന്മാർ അവിടെയും മദ്യപാനവും രാവിലെ എഴുന്നിട്ട് വൈകിട്ട് എല്ലാം നിലയിലും പിന്നെയും തിരിച്ച് ഇതേ ആശ്രമത്തിൽ വന്നു. ഞാൻ ആശ്രമത്തിൻ്റെ അവിടെ വന്ന് ഒരു റൂമിൽ പ്രത്യേകിച്ച് വാടകയൊന്നും കൊടുക്കുന്ന രംഗം ഒന്നില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തല്ലിപ്പൊളിയായിട്ടുള്ളൊരു ജീവിതം. കുറേ കൂട്ടുകാട്ടുകളെല്ലാം വല്ലാത്തൊരു കൂട്ടുകെട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷാദ്രക്കടുത്തൊരു റൂമിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു ഞാനും മീസ വെക്കത്തില്ലായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എൻ്റെ ഗുഡ് മോർണിംഗ് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു ഞാൻ മലയാളിയാണ്, കാരണം ഞാൻ മലയാളത്തിലുള്ള ലാംഗ്വേജ് അവിടെ ഉപയോഗിക്കാറില്ല, ഹിന്ദി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ രൂപം എല്ലാം അങ്ങനെയുള്ളതായിരുന്നു. ഇഷ്ടംമാറി പാണടിക്കുമായിരുന്നു, ഇഷ്ടംമാറി തമ്പാക്കു അടിക്കുമായിരുന്നു. ഞങ്ങൾ ഹിന്ദി ഭാഷയിൽ പറഞ്ഞ തമ്പാക്കു അടിച്ചാൽ മാത്രമേ പൂർത്തി വരത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രംഗത്തിലായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ
നമുക്ക് ഒരു ചായ കുടിക്കാം, ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ ഒരു നമ്മളെ അന്നത്തെ രീതിയിലുള്ള ഒരു രീതിയിൽ രാവിലെ ഒരു കാഫിയും കിട്ടുന്നതല്ലേ, അങ്ങനെ ഒരു കോഫി മുമ്പിൽ പോയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് മസാല ദോശ കഴിക്കാം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. തിരിച്ച് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥന പോലെയുണ്ട്. ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറാണ്. അദ്ദേഹത്തിന്റെ പേര് ലാലു എന്നാണ്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ അന്ന് അദ്ദേഹം എനിക്ക് മസാല ദോശയും കോഫിയൊക്കെ വാങ്ങിത്തന്ന് വൈകിട്ടൊരു പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു. ഞാനവിടെ പോയപ്പോൾ എനിക്കൊന്നും മനസ്സിലായത് ഒരു വീടിനകത്ത് ചെറിയൊരു പ്രാർത്ഥന. ഞാൻ തിരിച്ചു വന്ന് ആ പ്രദേശത്തേക്ക് പിന്നെ പോയില്ല. അങ്ങനെ ആശ്രമത്തിരിക്കുമ്പോൾ ഞങ്ങൾ വൈകിട്ട് ഈ കള്ളു കുടിക്കാനിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏതെങ്കിലും ട്രെയിനിനകത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ അവരെ കാല് പോയി, കൈ പോയി, തല പോയി നിൽക്കുമ്പോൾ ആ ബോഡിയൊക്കെ പോലീസുകാരോട് എടുക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഫുള്ള് മത്തായപ്പോൾ ഞങ്ങൾക്കൊന്നും ഈ രക്തമൊന്നും ഒരു വലിയ വിഷയമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, ഫിലിപ്പ് പാസ്റ്റർ, ഇപ്പോഴും ദില്ലിയിലുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ദൈവാസ്. ഞങ്ങളിവിടെ കള്ള് കുടിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹം വിളിക്കാറുണ്ട്. ഞങ്ങളിവിടെ കള്ള് കുടിക്കുമ്പോൾ ഫ്രീ. അദ്ദേഹം അന്ന് ആശ്രമത്ത് ശരിക്കും അദ്ദേഹത്തിന് ബാത്റൂമിലും മറ്റൊന്നും പോകാനുള്ള ഒരു സുവിധ അല്ലായിരുന്നു. ഒരു ചെറിയ റൂമിനകത്ത് പ്രാർത്ഥന വെക്കുകയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് ഹിന്ദി അറിയത്തില്ല, പക്ഷെ ഇത്ര അറിയും, തേരക്കു പരമേശ്വർ പക്കടേക, ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. തേരക്കു പരമേശ്വർ എക്തിൻ, നിന്നെ ദൈവം ഒരു ദിവസം പിടിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറെ പ്രാവശ്യം ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസം ജീവിതത്തിന്റെ എല്ലാം മടുത്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്യണം, എൻ്റെ വീട്ടിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കരുതി വെച്ചത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെയും ചെറുപ്രായം 10-22 വയസ്സേ ആയുള്ളൂ. എൻ്റെ ജീവിതം എന്തൊരു ജീവിതം എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ, ഞാനും വരാമെന്ന് പറഞ്ഞു. മിക്കവാറും റൂമിൽ കിടക്കാറില്ല, പാർക്കിലാണ് കള്ളു കുടിച്ച് കിടക്കാറുള്ളത്. അങ്ങനെ വൈകിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുതരാം, നീ ഇത് രാത്രി നമുക്ക് ഒരു സിപ്പ് കുടിച്ചാൽ മതി, നമുക്കിത് പെട്ടെന്ന് മരിക്കുന്നു. അങ്ങനെ ഞാനത് വാങ്ങിച്ചു. അദ്ദേഹം എത്തിയില്ല. എനിക്ക് ഫുള്ള് മത്ത് കുടിച്ച് കഴിച്ച് ഇഷ്ടമാതിരി നമ്മൾ ആഗ്രഹമെല്ലാം സാധിപ്പിച്ച് മരിക്കുവാൻ വേണ്ടിയുള്ള ആ ശ്രമത്തിലേക്ക്, ഒരു ആത്മഹത്യ ശ്രമത്തിലേക്ക് ഒരു പാർക്കിൽ ഒന്ന് കിടക്കുന്നു. കുറേ സമയം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെയും എനിക്ക് ജീവിക്കണ്ട എന്നിട്ട് ഞാനത് വായിൽ കുറച്ചെടുത്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് ഞാൻ കഴിച്ചതും കുടിച്ചതും എല്ലാം ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു പടക്കുന്നൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ അവിടെ നിന്നുകൊണ്ട്, ഞങ്ങൾക്കൊരു കുലദേവത ഉണ്ട്, ഞങ്ങൾ പ്രത്യേകിച്ച് ഞാനൊരു വാണിയ സമുദായത്തിൽ വന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ മാത്രമേ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ, ആ ദൈവത്തെ മാത്രമേ സേവിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ അതെല്ലാം എനിക്ക് അറിയുന്ന രീതിയിലെല്ലാം വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. 2 നിമിഷം കഴിയുമ്പോൾ വലിയൊരു പ്രകാശം പോലെ വരുന്നതായിട്ട് എൻ്റെ മുമ്പിൽ എനിക്ക് തോന്നി. ഞാൻ കർത്താവിനൊന്നും കണ്ടിട്ടില്ല. ഒരു പ്രകാശം വന്നിട്ട് അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നിലേക്ക് വിശ്വസിക്കുക എന്നുള്ളൊരു പദം. അത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ, എവിടെയെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ഈ അവസ്ഥ എന്നെ വിടുവിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഒരു ശബ്ദത്തോടെ നിലവിളിച്ചു പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ബ്ലഡ് എല്ലാം വൊമിറ്റ് ചെയ്തൊക്കെ മാറി. ഞാൻ എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കയറി എൻ്റെ കൂട്ടുകാരന്മാരടുത്ത് ഓടിച്ചാടി. അന്ന് രാത്രി ഒരു 12:45 കഴിഞ്ഞ് ഓടിച്ചാടി പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവർ പറഞ്ഞു, കള്ളുടിയന്മാർക്കൊന്നും ആരും ദൈവമൊന്നും പ്രത്യക്ഷപ്പെടുത്തില്ല, ഇത് നമ്മൾ കള്ളു കുടിച്ചതുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, എന്തോ ഒരാളെന്നെ വിടുവിച്ചു. ആദ്യം അവർ പറഞ്ഞത് എൻ്റെ പേര് ഡൽഹിയിൽ നാരായൺ സിംഗ് ചൗധരി എന്നാണ്. അടിക്കാനും പിടിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ ഈ പേരിലാണ് അവർക്ക് അറിയപ്പെടുന്നത്. എല്ലാം പറയാൻ പറ്റും, ഒരു ഇതും പറയാം. അപ്പോ അവര് പറഞ്ഞു, നാരായൺ സിംഗ് ചൗധരി ഇപ്പോൾ വലിയൊരു അടി ഉണ്ടാക്കിയിട്ട് വന്നു, നമുക്ക് എന്നെ പെട്ടെന്ന് ഓക്കെ എടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അടിയോ പിടി വന്നില്ല, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചിലവർ വിശ്വസിച്ചു, എല്ലാവരും വിശ്വസിച്ചില്ല. പക്ഷേ അടുത്ത ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഈ എക്ദം ലോക്കലായി ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് രാവിലെ ഇങ്ങനെ ഈ തമ്പാക്കൊക്കെ ഇട്ടെങ്കിലേ ഒന്ന് രാവിലെ ഒന്ന് കുറിച്ച് വന്നിട്ട് പോകത്തുള്ളൂ. ഞാൻ അതിനുശേഷം എനിക്ക് നിസാമുദ്ദീൻ്റെ അടുത്ത് തന്നെ ഈ റെയിൽവേ പാട്ടിൽ വെക്കുന്ന ഒരു സിമെന്റ് ഉണ്ടാക്കുന്ന ആ ഫാക്ടറിയിൽ എനിക്ക് ജോലി കിട്ടി. കട്ടിങ് ഗ്രൈൻഡിങ് കറന്നുകൊണ്ട്. അപ്പൊ അവിടെ ഞങ്ങളെ കൂടെ ഞങ്ങള് തമാശ പറയുമ്പോഴും തല്ലിപ്പൊടി വാക്ക് പറയുമ്പോഴൊക്കെ ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് അനിൽ എന്നാണ്, തിരുവനന്തപുരക്കാരൻ. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അവൻ ഞങ്ങളോട് വരത്തില്ല. പിന്നെ എൻ്റെ മനസ്സിലൊരു പ്രേരണ ഉണ്ടായി, ജീവിക്ക് ദൈവം ക്രിസ്തു ആകുന്നു. എൻ്റെ മനസ്സിൽ വരിക, നീ അവനെ പോയി തേടി
ഇങ്ങനെ നീ അവരെ ആരാധിക്കണമെന്നൊരു പ്രേരണ മനസ്സിൽ ഉണ്ടാകുവാനിടയായി. ആമേ, അത് മനസ്സിൽ വന്നപ്പോൾ എനിക്ക് തമ്പാക്കു വേണ്ട, കള്ള് വേണ്ട, കളിന് വേണ്ടി ഞങ്ങൾ അടിപിടി ഉണ്ടാക്കിയ ആമേ ലോണി ബോർഡറിലൊക്കെ പോയാൽ ദില്ലിയിൽ ഞങ്ങൾ ഇരുന്നാൽ അവിടെ ആ ഏരിയയിൽ ആരും പോലും വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ബ്രദറോട് പറഞ്ഞു, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ യേശു? കാരണം അത്ര തല്ലുപൊളിയായിരുന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഒരു പ്രേരണ വരുന്നു, യേശു എന്ന് പറഞ്ഞ ആളെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം എനിക്ക് അഡ്രസ്സ് പറഞ്ഞു തന്നത്, ഞങ്ങൾ കള്ളു കുടിച്ച് എന്നും ഇരിക്കുന്ന സ്ഥലത്ത് ഈ പാസ്റ്റ് വരുന്ന ആ സ്ഥലത്താണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഞാനൊരു വൈകിട്ട് ഈവനിങ് അവിടെ പോയപ്പോൾ ഈ പാസ്റ്റ്, അദ്ദേഹം ഫിലിപ്പ് പാസ്റ്റാണ്, ഇപ്പോഴും ജീവിച്ചിരുന്നത്, അനുഗ്രഹിക്കപ്പെടുക. അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, സഹറ ഇങ്ങോട്ട് വരല്, ഇവിടെ പ്രാർത്ഥന ഉണ്ട്, ശല്യപ്പെടുത്തലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ചെറിയ ഒരു ദൈവിക ശബ്ദം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അങ്ങ് ഞങ്ങൾ അത്രമാത്രം തല്ലുപൊളി ആയതുകൊണ്ട് അന്ന് ലേഡീസൊക്കെ വരുന്നതുകൊണ്ട് അംഗീകരിക്കാൻ ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ പിന്നെയും ഒരു പ്രേരണ നടി അവിടെ പോകും. ഒരു ഞായറാഴ്ചയായിരുന്നു അത്. അവിടെ ഞാൻ വൈകിട്ട് ഇവിടെ അകത്ത് കയറിയില്ല. എന്നാൽ മിക്കവാറും അവിടുത്തെ ആൾക്കാരെല്ലാം അറിയുന്നതാണ്, കാരണം ഇങ്ങനത്തെ ഒരു ഇച്ചിരി വെല്ലുവിളിയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ അന്ന് അവിടെ പാടിയ പാട്ട് എൻ പ്രിയനെ പോൽ സുന്ദരനാം എന്നുള്ളൊരു പാട്ടാണ്. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചു നിൽക്കുന്നു. അവിടെ ഒരു എസ് മാത്യു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ PMGയിലുണ്ട്. ഞാൻ മിനിയാന്നത്തെ സൂമിൽ ഞങ്ങൾ സംസാരിച്ചതാണ്. അദ്ദേഹം അവിടെ അന്ന് സുഹൃത്തുക്ക് വന്നിട്ടുണ്ട്. ഒരു അറിയപ്പെട്ട ഒരു പ്രവാചകൻ അന്നത്തെ കാലഘട്ടത്തിൽ കാൽക്കാജിയിൽ സൂക്ഷിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നത്, ഞാൻ സ്കൂളിൽ പൂർണ്ണമായി പഠിക്കാൻ പറ്റാത്തത്, ബൊംബെയിൽ ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടായത്, അവിടെ നാട് വിട്ട് ഓടി വന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ പോകുവാൻ വേണ്ടി നാട് വിട്ട് വന്ന സ്ഥലത്ത് ഞാൻ നിന്നെ എൻ്റെ വചനമായിട്ട് അയക്കും, നീ എൻ്റെ വേല ശക്തമായി ജാതികളുടെ ഇടയിൽ പറഞ്ഞു. പലവർക്കും അത് കേട്ടപ്പോൾ എന്നെ തിരിഞ്ഞും മറിഞ്ഞു നോക്കാൻ പറ്റി. നൊറ്റപ്പെട്ട മുടിയുണ്ട്, രുദ്രാക്ഷമാലയുണ്ട്, ഈ വ്യക്തി ഇത് കർത്താവിൻ്റെ വേല ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയോടും പറയാത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച് പൂർത്തീകരിച്ചില്ലെന്ന് ഇത് 2ാമത്തെ പ്രാവശ്യം പറഞ്ഞത്. കാരണം ഇതുവരെ എവിടെയും ഞാൻ പറഞ്ഞില്ല, കാരണം കണ്ടെങ്കിൽ ആരെങ്കിലും പറയത്തുമില്ല. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു, നീക്ക് പഠിക്കാൻ പറ്റാത്ത ഇതിലുള്ള കാര്യത്തിൽ ഞാൻ നിനക്ക് എല്ലാ കാര്യവും മുന്നോട്ട് ചെയ്തു തരും, നീ എനിക്ക് വേണ്ടി സമർപ്പിക്കുക. ഞാൻ പൊട്ടിക്കറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ദൈവം അല്ലാണ്ട് വേറെ ആരും വ്യക്തി അറിഞ്ഞു, എനിക്ക് മാത്രം അറിയും. എൻ്റെ അപ്പനോ അമ്മക്കോ ഞാൻ തല്ലിപ്പൊളിയാണോ ഒന്നും അവർക്ക് അറിയത്തില്ല. എന്നാൽ ആ വചനത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കപ്പെട്ടു. ഞാൻ മുന്നോട്ട് അങ്ങോട്ട് വന്ന ആ പാസ്റ്റ് എന്നെ ചേർത്ത് പിടിച്ചു. അന്ന് ഞങ്ങൾ 4 പേരാണ് ആ പാസ്റ്റ് കൂടെ. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞില്ല. ആശ്രമത്ത് IPC ചർച്ച് എന്ന് പറയുന്ന ചർച്ചിന്റെ ഒരു പാസ്റ്റാണ് ഫിലിപ്പ് പാസ്റ്റർ, KP ഫിലിപ്പ് ഞങ്ങൾ പറയും. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ബ്രദറെ കുഴപ്പമില്ല, എൻ്റെ കൂടെ താമസിച്ചു, ഇനി പഴയ പണിക്കൊന്നും പോകണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് വഴികളെ തുറക്കുമെന്ന് പറഞ്ഞ് ആ ദൈവദാസൻ എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ പഴയ കൂട്ടുകെട്ടൊക്കെ വിട്ടു. അദ്ദേഹത്തിന്റെ കൂടെ വിസിറ്റിംഗ് ചെയ്യും, പരസ്യത്തിനും. അന്ന് എനിക്ക് ഹിന്ദി അറിയാമായിരുന്നു, അതുകൊണ്ട് ഹിന്ദി പരിഭാഷയൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോവുകയും പാവപ്പെട്ടവരൊക്കെ ഞങ്ങൾ പോയി ബ്രെഡും ഇതൊക്കെ സപ്ലൈ പഴമൊക്കെ ചെയ്യായിരുന്നു. അന്ന് ആ ദൈവദാസന്റെ ഒരു ഗുണം, ഞാനൊന്ന് വിശ്വാസത്തിൽ നിൽക്കാൻ ദൈവകൃപയാണെങ്കിലും അതിന്റെ പുറകിൽ എന്നെ പ്രേരിപ്പിച്ച 2 ഘടകത്തിൽ ഒരാളാണ് ഈ ഫിലിപ്പ് പാസ്റ്റർ. ഒന്നുമില്ല, വിസിറ്റിംഗ് എനിക്ക് ഒരു വീട്ടിൽ പോകുമ്പോൾ പറയും, പോളെ നീ പ്രാർത്ഥിക്കണം, പിന്നെ ഒരു ജോസ് ഉണ്ട്, നീ പ്രാർത്ഥിക്കണം, അനിലെ നീ ഇത് നേരത്തെ പറഞ്ഞു, നിങ്ങളാണ് പ്രാർത്ഥിക്കണം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടുന്നൊന്നും ആഹാരമൊന്നുമില്ല. വല്ലാത്ത 4 പേര് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അന്ന് വലിയ വാസ്തവ ഒന്നുമില്ല, ചെറിയ റൂമിനകത്ത്, അവിടെ ബാത്റൂമും ഇല്ല, എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന. അദ്ദേഹത്തിന് എഞ്ചിനീയർ ജോലി വിട്ടിട്ടാണ് അദ്ദേഹം ചെറുപ്രകാരൻ അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നത്. ഞാൻ സന്തോഷിച്ചു, പുള്ളിക്കാരനോട് പട്ടിണിയാണെങ്കിലും. വൈകിട്ട് അദ്ദേഹം എന്നോട് പറയും, നമുക്കൊരു സഞ്ചി എടുത്തിട്ട് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകാം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒന്ന് നല്ല പച്ചക്കറി കിട്ടുമല്ലോ, ഒന്ന് വാങ്ങിക്കാമല്ലോ. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇത് ഇദ്ദേഹം കൂടി പിന്നീട് മീറ്റിങ്ങിൽ ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്നെ പാസ്റ്റർ വയ്ക്കുന്നു, പാസ്റ്ററെ ഓർമ്മ ഉണ്ടോ, രാത്രി നമ്മൾ വലിച്ചെറിഞ്ഞ ഉരുളക്കിഴങ്ങും വലിച്ചെറിഞ്ഞ മറ്റുള്ള ഉള്ളികളൊക്കെ പറക്കി വൈകിട്ട് ഞങ്ങൾക്ക് നല്ല സദ്യയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ, കാരണം വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലും പൈസ ഇല്ല.
ഞങ്ങൾക്ക് 3-4 പേര് ജോലിയുമില്ല. അങ്ങനെ പട്ടിണി എന്താണെന്ന് ശരിക്ക് പഠിക്കുകയും ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് മുന്നോട്ട് വെക്കുവാൻ കരം പിടിച്ച് നടത്തിയ ആ ദൈവദാസനെ എന്ന് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം പറയുന്നു. യാതൊരു മടിയില്ലാതെ ഞങ്ങൾ 3 പേരും, അദ്ദേഹം 4 പേര് ഒരു റൂമിനകത്ത്, വലിയ രജായില്ല, ഒന്നുമില്ല. അദ്ദേഹത്തും വളരെ പട്ടിണിയായിരുന്നു. അന്നൊരു ഒരു ചെറിയൊരു പഴഞ്ചൻ സൈക്കിൾ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതിലാണ് എല്ലാവർക്കും സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ എൻ്റെ മലയാളത്തിൽ കുറേ പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഞാൻ പറയട്ടെ. ഈ സാമ്പാറിൻ്റെ മണമൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ പറയും, പാസ്റ്ററേ ഇന്ന് ഞങ്ങൾക്ക് അയില കിട്ടിയിട്ടുണ്ട്, ഇന്ന് കഴിച്ചിട്ട് പോകണമെന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞങ്ങള് 3-4 സഹോദരന്മാർക്കൊക്കെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തുടുപ്പാണ്. ഇന്ന് ഒരു മീൻകറി കൂട്ടി അല്ലെങ്കിൽ ഒരു സാമ്പാർ കൂട്ടിയിട്ട് ഒരു ആഹാരം കഴിക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ പാസ്റ്റർ ഒരാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നിട്ട് പറയും, അമ്മേ ഞങ്ങള് പിന്നെ ഫ്രിഡ്ജില്ല, പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്, അഴുക്കായി പോകും, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ദിവസം കഴിക്കാം. അപ്പൊ സത്യം പറഞ്ഞാൽ ആ പാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഞങ്ങളെ പ്രായമാണ് പിടിച്ച് അവിടെ ആ ഉള്ളറ് പഴയൊരു കട്ടിനകത്ത് പിടിച്ച് കിടത്തി ഞങ്ങൾ പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പൊ അദ്ദേഹം പറയും, നിങ്ങളെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉള്ളിയുടെ നിങ്ങൾക്ക് ഇഷ്ടമാതിരി ആഹാരം ദൈവം തരും. ഇപ്പോൾ നമ്മൾ അവിടെ 4 പേര് പോയാൽ അവിടെ 3 പേര് അവിടെ ഉണ്ട്. ഈ 1 കിലോ മത്തിയോ അല്ലെങ്കിൽ ഈ മീൻകറിയൊക്കെ എല്ലാവർക്കും തികത്തില്ലല്ലോ പോലെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നും ആ പട്ടിണിയിൽ നിന്ന് ഞങ്ങളെ ദൈവത്തിൽ ബലപ്പെടുത്തുകയായി. സത്യം പറഞ്ഞ അന്ന് സ്വോത്രകാഴ്ച കൂട് കിട്ടത്തില്ലായിരുന്നു. കുറെ വർഷമായി സ്വോത്രാഴ്ച കൂട് കിട്ടുന്ന, ഒരു 30-32 വർഷമായി സ്വോത്രാഴ്ച കൂട് കിട്ടത്തില്ലായിരുന്നു. ഈ ആരാധന കഴിഞ്ഞാൽ ബ്രെഡും പഴമാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ ആഹാരം. ബ്രെഡിന്റെ ഒരു പാക്കറ്റൊക്കെ 2-3 പാക്കറ്റൊക്കെ വന്നു. അത് വലിയ അട്ടക്കെട്ട് ഞങ്ങൾ ആൾക്കാരെ അങ്ങനെ കഴിച്ച് സുവിശേഷ വേലയുടെ ആ വിളി മനസ്സിലാകുവാനിടയായിട്ടു. ദൈവസനിൽ കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഈ സ്നാനം ശരിയാണെന്ന് ദൈവദാസനിൽ കൂടി മനസ്സിലാകുവാനിടയായി തോന്നും. ഞങ്ങൾ പമ്പയിലും ഗംഗയിലൊക്കെ ചെറുപ്രായത്തിലെ മിസ്സവരൊക്കെ പോയതാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ കുറച്ച് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്താണെങ്കിലും വിശ്വാസ സ്നാനം ശരിയാണോ, ഇതിനകത്ത് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പാസ്റ്ററോട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിൻ്റെ വചനം മനസ്സിലാക്കി വിശ്വാസ സ്നാനം എന്താണെന്നും ആര് സ്നാനപ്പെടണമെന്നും എങ്ങനെ സ്നാനപ്പെടണമെന്നും ആരെ നാമത്തിൽ സ്നാനപ്പെടണമെന്നും ഒക്കെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്നതെന്നും ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നതും അവനോട് ഉയർക്കപ്പെടുന്നതെന്നും കൊലോസ്യലേഖന ഭാഗമെല്ലാം മനസ്സിലാക്കി തന്നിട്ട് ഞാനും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടു. അന്ന് ഒരു നദിയിൽ ഞങ്ങൾ പോയി ഒക്കല എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത ഒക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് സ്നാനപ്പെടുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി വളരെ ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ പാവങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് കിട്ടാൻ. ഞാൻ 3 ദിവസം ഉപവാസം ഇരുന്നു. വാസ് പറഞ്ഞു, നമ്മൾ സമർപ്പിച്ചാൽ മതി, പിന്നെയും കിട്ടിയില്ലെങ്കിൽ കുറെ ഇരിക്കണ്ട, ശരി നമുക്ക് നോക്കണം. ഞാൻ പുതിയ വിശ്വാസിയല്ലേ, അതുകൊണ്ട് അദ്ദേഹം 3-ാമത്തെ രാത്രി ഞാൻ ഒന്നുകൂടെ തകർന്നു പ്രാർത്ഥിച്ചു. അന്ന് ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം എന്നെ നിറച്ചു. ഇന്ന് 31 വർഷമായിട്ടും അന്യഭാഷയോട് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിട്ട്. അത് എൻ്റെ 1-ാമത്തെ ഭാഗം. 2-ാമത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളി ഉണ്ടായിരുന്നു. എന്നെ മരണത്തിന് കർത്താവ് വിടിവിച്ചതാണ്. പക്ഷെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല. എന്നെ നാട്ടിൽ നിന്ന് ആൾക്കാർ തിരയാൻ തുടങ്ങി. ആരോ വെടിവെച്ച് കൊന്നു എന്ന് ബോംബെയിൽ നിന്ന് ആൾക്കാർക്ക് അറിഞ്ഞു. അല്ല, വേറെ ആൾക്കാർ പറഞ്ഞു നാട് വിട്ട് വേറൊരു സ്ഥലത്തുണ്ട്. അങ്ങനെ അന്ന് പേപ്പറിൽ കൊടുത്തു, ഇങ്ങനെ ഒരാൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ വിശ്വാസത്തിലായതുകൊണ്ട് എന്നെ അവർക്ക് തൊടാനോ പിടിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ വിശ്വാസത്തിൽ എന്നെ കൊണ്ടുവന്ന പാസ്റ്റർ കോട്ടയം പാമ്പാടിക്കടുത്ത് SN പുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, പോളെ നിനക്ക് നല്ലൊരു ഭാര്യയെ നമുക്ക് വേണം, അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നൊരു പെൺകുട്ടി നമുക്ക് കണ്ടെത്താം. എൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ മാതാപിതാക്കളായി വരാൻ. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആരും വരത്തില്ല, ഇതവർക്ക് ഇഷ്ടമല്ല. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ പാമ്പാടിക്കപ്പുറം പോയി SN പുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആ പാസ്റ്ററിന്റെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളുടെ രീതിയിൽ വന്നിട്ട് കോന്നി PMG ചർച്ചിൽ വെച്ച് എൻ്റെ വിവാഹം 93 നടക്കുവാനിടയായി തോന്നും.
അപ്പോൾ ഞാൻ ഒരുവിധം കർത്താവിനെ നന്നായിട്ട് അറിഞ്ഞ് സുവിശേഷ വേല, ഈ ദൈവദാസ എന്ന് പറഞ്ഞാൽ ജോലിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ജോലി ചെയ്യുന്ന ഒരു സുവിശേഷ വേലക്കാരനായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഒന്നുകൂടാ, കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ദില്ലി ജോലി ഉണ്ടായിരുന്നു, എനിക്കും ജോലി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. ഏതൊരു ദൈവദാസന്മാർ വന്നാലും എനിക്ക് ദൂതുണ്ട്, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി വരണം, നിന്നെ മരണത്തിൽ ഞാൻ വിടുവിച്ചത് നീ എനിക്ക് വേണ്ടി നിൽക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഇതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് നല്ല ലാംഗ്വേജ് ഇല്ല. സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ് എഴുതാം, പിന്നെ ഇന്നുവരെ പോയിട്ടില്ല. അപ്പൊ അതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ദൈവകൃപയാണ് ഏറ്റവും വലുതെന്ന് ശക്തമായി അറിയുന്നത് കൊണ്ട് ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയാം, കുറച്ച് പഞ്ചാബി അറിയാം, അങ്ങനെ കുറച്ച് ഭാഷകൾ അറിയാം. ഞാൻ അടുത്ത വർഷം ആട്ടെ എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഭാര്യ പെട്ടെന്ന് ഗർഭിണിയായി. 9ാം മാസം കഴിഞ്ഞപ്പോൾ പ്രോബ്ലം ഉണ്ടായി. ബ്ലീഡിങ് ഉണ്ടായി, വൊമിറ്റിംഗ് ഉണ്ടായി. അവൾക്ക് രാവിലെ പോകണം, എനിക്കും പോകണം. ഒന്ന് മാറി പ്രയാസമായി. ഞങ്ങളെ അന്നത്തെ ദില്ലിയിൽ ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജീവൻ ഹോസ്പിറ്റൽ ഉണ്ടാകും. അവിടെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, കുട്ടി മരിച്ചിട്ട് 3 ദിവസമായി, പൊക്കിൾ കൂടി ഇങ്ങനെ ചുരുട്ടി അങ്ങനെ ശ്വാസം മുട്ടി ഇരിക്കുകയാണ്. ഇത് എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഭാര്യയെ പോലും കിട്ടത്തുള്ളൂ. കുഞ്ഞിന്റെ അവസ്ഥ അതൊരു പ്രോബ്ലമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥനയിൽ വലിയ വിശ്വാസം ഉണ്ടായത് കൊണ്ടും എനിക്കെന്ന് നല്ലൊരു കൂട്ടുകാരുണ്ട്, അനിൽ. ഏത് കാര്യം പറയാനും ഒന്നിച്ചു പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു ദൈവ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന്, പൈസയൊന്നുമില്ല, ജോലി ചെയ്യുന്നുണ്ട്, അന്നത്തെ കാലമാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് കുറച്ച് കൈയോട് കൈ ചേർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഹിന്ദിയിൽ പറയും ബിലങ് കെറോനാന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വിക്കി കരഞ്ഞതുപോലെ അപ്പനോട് ഈ കാര്യം പറഞ്ഞു. ദൈവത്തിന് ഒരു പ്രേരണ ഉണ്ടായി, നീ പെട്ടെന്ന് ഹോസ്പിറ്റൽ. അപ്പൊ ആ സമയത്ത് കുറച്ച് നേഴ്സുമാർ ഞങ്ങൾക്ക് പരിചയമുള്ളവരുണ്ട്. പക്ഷെ ഡോക്ടർ എടുക്കാത്തത് കൊണ്ട് ഇവിടെ നമ്മളെ വാർഡിന്ന് ഒരു വെളി വരാന്തയിലേക്ക് അവളെ കിടത്തി. കാരണം കുട്ടി തീർന്നിരിക്കുകയാണ്, ഇവളും തീരുമെന്നുള്ള ചിന്തയിലാണ്. അവിടത്തേക്ക് ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ ആ വെളിയിൽ വരാന്തയിൽ വെച്ച് തന്നെ എൻ്റെ ഭാര്യ ഒരു മരിച്ച കുട്ടിയെ പ്രസവിച്ചു. അത് എങ്ങനെ നടന്നു എന്ന് ആർക്കും അറിയത്തില്ല. ഡോക്ടർ പോലും പറഞ്ഞു, ഇങ്ങനെ സംഭവം ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ഭാര്യയെ നിലനിർത്തുവാൻ വേണ്ടി ദൈവം ചെയ്താൽ കുട്ടിയെ കിട്ടിയില്ല. പക്ഷെ എന്നോട് വാഗ്ദത്തം ഉണ്ടായിരുന്നു, നിന്റെ തലമുറ നിന്നോടുകൂടെ നിന്ന് ദൈവത്തിന്റെ വേല ചെയ്യുമെന്നുള്ള എനിക്കുണ്ടായി. ഞാൻ അതുകൊണ്ട് ഭയങ്കര വിശ്വാസമായിരുന്നു. ദൈവം തീർച്ചയായിട്ടും എനിക്ക് രണ്ടാമത് തരും. എല്ലാവരും നമുക്കറിയാം, ഒരിക്കലും ട്രാജഡി ഉണ്ടാകുമ്പോൾ പലവരും പല പരാതി പറയും. ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇത് വിട്ടത് വന്നതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, പലതും പറഞ്ഞെങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ ഭാര്യയെ ഞാൻ തന്നെ കുളിപ്പിച്ചു. അവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നതുകൊണ്ട് അവളും ആരും അങ്ങനെ ഇല്ല. അങ്ങനെ ഞാൻ തന്നെ കുളിപ്പിച്ച് രണ്ടുപേരും പിന്നെയും ജോലിക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ജോലി വേണ്ട എന്ന് ദൈവത്തിന്റെ ആത്മ പിന്നെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അങ്ങനെ ഞാൻ ജോലി 1994 ആരംഭത്തിൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ വേണ്ടി ഫരിദവ ഷാരോൺ ഫെലോഷിപ്പ് ഞാൻ നിൽക്കുന്ന അന്ന് അവിടെ ഹിന്ദിയിൽ പഠിക്കുന്ന ഉണ്ടായിരുന്നു. ഗ്രേസ് ബൈബിൾ കോളേജ് ഞങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹം ആ സാറ് നിത്യയിലാണ്. എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ അഡ്മിഷൻ തരാം, പക്ഷെ എനിക്ക് 10th സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഈ ബൈബിൾ കോളേജ് ഞങ്ങൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ ഹിന്ദിയിൽ പഠിക്കുകയും അതിനുശേഷം എല്ലായിടത്തൊക്കെ ഹരിയാന പല ഭാഗത്തൊക്കെ സുവിശേഷം പറയാനൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എൻ്റെ ഭാര്യയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇനി ജോലിക്ക് പോകണ്ട. 95 അവർക്ക് നല്ല ജോലിയായിരുന്നു, എന്നെക്കാൾ നല്ല ജോലിയായിരുന്നു, എന്നെക്കാൾ നല്ല ആത്മീയ നിലവാരം ജീവിക്കുന്നവരാണ്. അപ്പോൾ രണ്ടുപേരും ജോലി വിട്ടാൽ ആരും നോക്കുന്നു, എനിക്ക് നാടില്ല വീടില്ല, അതിൻ്റെ കാര്യം എങ്ങനെ? എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, അദ്ദേഹം നോക്കുന്നൊരു വിശ്വാസത്തോടെ അവളും ജോലി വിട്ടു. ഞങ്ങള് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി രണ്ടുപേരും ഇറങ്ങി. സ്റ്റാർട്ടിങ്ങിൽ പല ദൈവദാസന്മാരൊക്കെ പല ഭാഗത്ത് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ പാസ്റ്റർ വരാൻ താമസം ഉണ്ടെങ്കിൽ അവിടെ 3 മാസവും അല്ലെങ്കിൽ 5 മാസമൊക്കെ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ലക്ഷ്മി നഗർ സ്ഥലത്താണ് ആദ്യത്തെ എൻ്റെ അപ്പോയിൻമെൻറ്റ്. അവിടെ നിന്ന് പിന്നെ എന്നെ ചണ്ഡീഗഡിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ആയിരുന്നു. എൻ്റെ ഭാര്യ പെട്ടെന്ന് ഗർഭിണിയായി രണ്ടാമത്. ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. 2 റീസൺ അവർ പറഞ്ഞു. ഒന്ന്,
വയറ്റിൽ വെച്ച് കുട്ടി മരിച്ചിട്ട് നിങ്ങൾ അത് വാഷ് ചെയ്തില്ല, അങ്ങനെ ഉണ്ടോ മെഡിക്കലിലെന്ന് ഐ ഡോണ്ട് നോ. അപ്പോൾ ഉണ്ടെന്ന് അവർ പറയുവാറുണ്ട്, ആയി തോന്നുന്നു. അപ്പം അങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് കുട്ടി ഉണ്ടായെങ്കിൽ ഹാൻഡിക്യാപ്പേ ഉണ്ടാകത്തു. വികാലിങ്, മലയാളത്തിൽ പറഞ്ഞു വികാലിങ്, അങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് എന്നോട് വാഗ്ദത്തമുണ്ട്, നീ തലമുറ നിന്നോട് കൂടും. എൻ്റെ ഭാര്യ, ഞാൻ ചണ്ഡീഗഡിലായ സമയത്ത് ഭാര്യ നാട്ടിൽ പോയി, അവരെ വീട്ടിലിരുന്നു. പ്രസവ സമയത്ത് നമ്മൾ എത്ര വിശ്വസിക്കുന്നവരാണെങ്കിലും ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഹാൻഡിക്യാപ്പ്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അന്നത്തെ ഫോണൊന്നുമില്ല, ഫോൺ കോളൊന്നുമില്ല. അയൽ വീട്ടിലേക്ക് ലാൻഡ് ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആമേ 4 മണിയാകുമ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, ഒരു ആൺകുട്ടിയാണ്. ഞാൻ ഒറ്റ പതേ പറഞ്ഞുള്ളൂ, കൈകാലുണ്ടോ? കൈകാലുണ്ടോ? ഡോക്ടർ പറഞ്ഞു ഹാൻഡിക്യാപ്പ് ആയിരിക്കും. കൈകാലുണ്ടോ? അവർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല. ഒരു സുന്ദരനായ ഒരു കുട്ടി. അതാണ് എൻ്റെ മൂത്ത മകൻ. പ്രൈസ് ലോർഡ്. ഇന്ന് ബിടെക് എഞ്ചിനീയറാണ്. അഡാണിയിൽ നല്ലൊരു പോസ്റ്റിൽ ജോലി ചെയ്യുന്നു. നന്നായി പാടും, നന്നായി ഗിറ്റാർ വായിക്കും, എന്നെ പരിഭാഷപ്പെടുത്തും. എല്ലാ കയ്യിലും ഞങ്ങളെ സോണിൽ എല്ലായിടത്തും അറിയാം. അപ്പോൾ ആ രീതിയിലുള്ള നിലവാരം. പിന്നെ ഒരിക്കലും കുട്ടികൾ ഉണ്ടാകത്തില്ലെന്ന് ചിന്തിച്ച സമയത്ത് 5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒരു കുട്ടിയെ ദൈവം ദാനമായി നൽകി. അവർക്ക് 24 വയസ്സുണ്ട്. അവളുടെ പേരാണ് ഹെസിയ പോൾ. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ എൻ്റെ ജീവിതത്തിൽ ദാനം നൽകി. അത് വലിയൊരു ട്രാജഡിയിലാണ് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങൾ കർത്താവിൻ്റെ വേല പഞ്ചാബിലും 10-20 വർഷം ഡൽഹിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ വഡോദര, അഹമ്മദാബാദ്, മെഹസാന 18 വർഷം കൊണ്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഗുജറാത്തിലാണ്. ഗ്രാമത്തിൽ കുറേ വർക്കുണ്ട്. ഇനി ദൈവത്തിൻ്റെ പ്രോമിസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ചെയ്യാതെ ഗൾഫിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോട് ഒരു പാസ്പോർട്ട് തലമാറ്റി പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ബോംബെയിൽ വന്നെങ്കിലും പിന്നെ എനിക്ക് റേഷൻ കാർഡ് ഉണ്ടായി. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് അന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഹൗസ് ഓണർ പറഞ്ഞു, കാരണം നമ്മളെ സ്വഭാവമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചുറ്റ്നി കാർഡ് എന്നാണ് പറഞ്ഞു, നമ്മൾ വോട്ടിടുന്നത്, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി തരും. അങ്ങനെ അദ്ദേഹം എല്ലാം ഉണ്ടാക്കി തന്നു. പിന്നെ അതിനുശേഷം ഇന്ന് നെറ്റിയിൽ വിശ്രമിക്കുന്ന ഞങ്ങളെ ഷാരോണ്ട് ഏറ്റവും എന്നെ സ്നേഹിക്കുകയും, ഞാൻ പിന്നെ ഷാരോണിൽ പഠിച്ചു വന്നപ്പോൾ ഷാരോണ്ട് പാസ്സായി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എന്നെ എല്ലായിടത്തും ട്രാൻസ്ഫറിന് കൊടുക്കുകയും ഒരു ജോയ് ജോർജ് പാസ്റ്റർ ഉണ്ടായിരുന്നു, അടൂർക്കാരനാണ്. അദ്ദേഹം നെറ്റിയിലാണ്. അവരെ മക്കളൊക്കെ എപ്പോഴും ഉണ്ട്, കർത്താവിൻ്റെ വേലയിലുണ്ട്. അദ്ദേഹം എല്ലാ നിലയിലും ഞങ്ങൾക്ക് സപ്പോർട്ട് തരും, ഓരോ നില അയക്കുകയും. അദ്ദേഹം ശ്രേഷ്ഠമായ നിലകളിൽ എന്നകത്തൊരു നല്ലൊരു ഗുണമുണ്ടെന്നും എൻ്റെ അകത്തൊരു ദൈവകൃപയുണ്ടെന്നും ഈ ജോയ് പാസ്റ്റർ, രണ്ടും ജോയിയാണ്. ഈ എടൂർക്കാരൻ പാസ്റ്ററാണ്. ഞങ്ങൾ ഷാരോണ്ട് പഴയ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹമാണ് എന്നെ പലർത്തും ട്രാൻസ്ഫർ ആക്കുകയും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു. ഇവരൊക്കെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമുക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ ഈ ഭാഗത്ത് വന്നവരാണെങ്കിലും ഒരു സ്വന്തം അനിയനെ പോലെ, ഒരു സ്വന്തം മോനെ പോലെ അവരെ കുടുംബത്തിൽ നമുക്ക് അവരെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാനോ എന്ത് കാര്യമാണെങ്കിലും ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു എന്നോട് വിളിച്ചു പറഞ്ഞിടോ, അദ്ദേഹം അന്ന് കുവൈത്തിലായിരുന്നു, കുറച്ച് മാസത്തേക്ക് പോയതാ, അല്ലെങ്കിൽ 1-2 വർഷം. ഡോന്ന് വിളിക്കുന്നു, നീ ഒന്ന് കുവൈത്തിലേക്ക് വരണം, പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു പാസ്പോർട്ടൊക്കെ റെഡി ആകുന്ന എല്ലാ കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ അനുഭവം മറക്കാൻ പറ്റില്ല. ചണ്ഡീഗഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് അദ്ദേഹം പാസ്പോർട്ട് ഓഫീസിലത്തെ ഒരു മെയിൻ ഒരാളായിരുന്നു. എൻ്റെ വീട്ടിൽ അവിടെ വന്നോ, ഇങ്ങനെ ചണ്ഡീഗഡ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, പക്ഷേ പാസ്പോർട്ട് ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, ഇപ്പോൾ റേഷൻ കാർഡും ആധാർ കാർഡൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, അത് മതി. അങ്ങനെ അദ്ദേഹം 3 മാസം 2 മാസം ഞങ്ങൾക്ക് പിടിച്ചില്ല, 2 ആഴ്ച കൊണ്ട് ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി. ഞാൻ ആ കോപ്പി ഈ ജോയ് പാസ്റ്റിന് അയച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു, നീ നല്ല വിശ്വാസത്തോടെ കയറി ഇങ്ങോട്ട് വന്നാൽ മതി, അന്ന് പെട്ടിയുണ്ടോ, കാര്യമുണ്ടോ, എന്താ ഇതിനകത്ത് പോയിട്ടുണ്ടോ, അറിയേക വ്യക്തി എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കയറി കുവൈത്തിലേക്ക് പോകുവാൻ ദൈവം എനിക്ക് 2004 ഇടയാക്കി. അത് ഈ പുസ്തകം പിടിച്ചിട്ടാണ്. അന്ന് എസ് മാത്യു പറഞ്ഞു, എൻ്റെ വചനം എടുത്ത് നിന്ന് ഞാൻ കൊണ്ടുപോകും, നിനക്ക് ഒരു തടസ്സം ഉണ്ടാകത്തില്ല. ഞാൻ അവിടെ കയറി ഇറങ്ങി 28 ദിവസം അവിടെ നിൽപ്പാനിടയായിട്ട് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ പല ദുബൈയിലും, അബുദാബി, ഷാർജ, മസ്കറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മാസത്തേക്കും 15 ദിവസത്തൊക്കെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദൈവം അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും
കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള കൃപ ആമേൻ തന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് സമാധാനവും സന്തോഷവും ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അനേക വ്യക്തി ജീവിതങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയവരൊക്കെ ഞങ്ങളെ ഈ സാക്ഷ്യം കേട്ടിട്ട് അനേക വ്യക്തി ജീവിതങ്ങൾ കർത്താക്കളിലേക്ക് വരുവാനായിത്തീർന്നു. ഈ സത്യം ആമേൻ അറിഞ്ഞതുകൊണ്ട് ഉണ്ടായ ഒന്ന്, ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിജീവിക്കാനുള്ള ദൈവ കരുത്ത് ദൈവം തരും. രണ്ട്, മരണാന്തര ഒരു ജീവിതമുണ്ടെന്ന് ആമേ ഞങ്ങൾ അവിടെ ഈ മഹാഭാരത രാമായണത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് മാസത്തിൽ, ഞങ്ങളുടെ കർക്കിടക മാസത്തിൽ മനുഷ്യ കോലം കെട്ടിയിട്ട് ദൈവം പോലെ അങ്ങനെ അവിടെ വരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞങ്ങൾ അന്ന് അവിടെ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല, പക്ഷെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ അവർ ആ പുസ്തകമൊക്കെ നമുക്കറിയാം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തണം എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആമേ വേദപുസ്തകത്തിൽ പറഞ്ഞ യേശു ആമേ നമുക്ക് ജീവൻ തരുന്നവനാണെന്ന് വ്യക്തമായി കണ്ടു. ആ വചനം മനസ്സിലാക്കി യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ആമേ ഞാൻ മാത്രം, എന്നിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് യേശു കർത്താവിൻ്റെ വചനം ഹൃദയത്തിലേക്ക് വന്നു, എന്നെ രൂപാന്തരപ്പെടുത്തി. പണ്ട് വീട്ടിൽ കയറ്റാത്ത ജനങ്ങൾ എന്ന് വന്ന് പാസ്റ്ററെ ആമേ ഞങ്ങളെ വീട്ടിലൊന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയത്തക്ക നിലയിൽ ഈ നിലവാരത്തിൽ കൊണ്ടുവന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ദൈവം എനിക്ക് നൽകി, അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ നൽകി. ഇന്ന് അനേക ഇടങ്ങളിൽ അനേക ജാതികളെ പല ഭാഗത്തും രക്ഷയിലേക്ക് നടത്തുവാൻ കർത്താവ് കൃപ നൽകി. എൻ്റെ കഴിവോ വിദ്യാഭ്യാസമല്ല, കർത്താവ് കൃപ നൽകി എന്ന് 30-ൽ പരം വർഷം കർത്താവിൻ്റെ വേല പൂർണ്ണമായി ചെയ്യുവാൻ, അനേക രാജ്യങ്ങളിൽ ദേശങ്ങളിലൊക്കെ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. ആമേ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ആമേ നാളെ മരിച്ചാലും ഈ പ്രതിസന്ധിയുള്ള ഈ ദേശത്ത് നാളെ മരിച്ചാലും പ്രയാസമില്ല, കാരണം നിത്യത എൻ്റെ കർത്താവ് നൽകുന്നു എന്ന് വാഗ്ദത്തം വചനത്തിൽ പറഞ്ഞു. ഈ ശരീരം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ആമേ മണ്ണിനോട് ചേരേണ്ടതാണ്. ഏത് വ്യക്തിയാണെങ്കിലും മരണം സുനിശ്ചിതമാണ്, ദൈവം വെച്ച കാര്യമാണ്. ഒരിക്കൽ ജനിക്കുകയും പിന്നെ മരിക്കുകയും, അത് ദൈവത്തിന്റെ പ്രമാണമായതുകൊണ്ട് ഇന്നും ആമേ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും, ഏത് വിഷയം വരുമ്പോഴും പ്രാർത്ഥിക്കുക, കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ച് ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ പേരിൽ നിൽക്കുന്നു. എൻ്റെ മോനും യൂത്ത് മീറ്റിങ്ങിലൊക്കെ അനേകിടങ്ങളിൽ യൂത്ത് ക്യാമ്പിനൊക്കെ പോകുന്നു. മോള് നന്നായി പാടും. അവൻ ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. ആ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്, ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നും ഈ അരോമ ടി വിയിൽ ഒന്ന് വന്ന് ആമേ ഈ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുവാനിടയായി തീർന്നത്. ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഈ രക്ഷകനെ കണ്ടുമുട്ടിയില്ല എങ്കിൽ ആമേ ഇതാണ് രക്ഷ. ആമേ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആമേ ആരായിക്കോട്ടെ, നമ്മുടെ പാപത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആമേ ഇനി വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയ ഒരേ ഒരാള് നസറനായ യേശു ക്രിസ്തു. ആമേ ആ ദൈവത്തിൽ വിശ്വസിക്കുക. ആ ദൈവം നിങ്ങൾക്ക് നിത്യജീവൻ നൽകട്ടെ. ഏതെങ്കിലും നിലവാരത്തിൽ പ്രശ്നങ്ങളോ പ്രയാസമുണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേ ഏത് പാപിയാണെങ്കിലും അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന വചനം പറയുന്നു. എത്ര ആമേ നിരാശയിലാണെങ്കിലും കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ നിരാശ ഞാൻ മാറ്റും. ആമേ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് അരുൾ ചെയ്ത അരുമനാഥന്റെ ആമേ നാമം ഈ അരോമ ടി വിയിൽ കൂടി പിന്നെയും മഹത്വപ്പെടുത്തട്ടെ. അനേക ഭക്തന്മാർക്ക് പിന്നെയും അവസരം ആമേ ദൈവം നൽകി കർത്താവിനെ ഉയർത്തുവരുടെയായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ ആമേ ഇങ്ങനെ ആമേ ദൈവത്താൽ തന്നിരിക്കുന്ന ഈ സുദൃത്തായി സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു ശബ്ദവാക്യം പ്രാർത്ഥിക്കുന്നു. നന്ദി അർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേ ഒന്നുകൂടെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കി. പിതാവേ, അങ്ങ് എത്രയോ നല്ലവനാണ്. പാപിയായിരുന്ന, ദോഷിയായിരുന്ന, ആമേ ലോകത്തിൽ ആർക്കും വേണ്ടാത്തവരായിരുന്നു ഞങ്ങളെ സ്നേഹിച്ചു കരുതി ആമേ അങ്ങയുടെ പുത്രനാക്കി തീർന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും സമാധാനവും സന്തോഷം നൽകട്ടെ. കർത്താവേ, ഇതിനു വേണ്ടി ആമേ മുഖാന്തരമൊക്കെ ദൈവത്തിന് നന്ദി അർപ്പിക്കോ. പ്രത്യേകിച്ച് കർത്താവേ, ഇതിന്റെ ആമേ ലീഡ് ചെയ്യുന്നവർക്കായി ഒരിക്കൽ കൂടി ഞങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവനാമത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവ് അനേകായിരം ആശ്വാസമായി തീരട്ടെ. പ്രാർത്ഥന കടനായി വാഴ്ത്തുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്. ആമേൻ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താവിൻ ദാസൻ പാസ്റ്റർ പോൾ നാരായൺ. ഇത്രത്തോളം സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയതായ
ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും തലമുറയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വിളിച്ച് വേർതിരിച്ചതായ വിധങ്ങള് പറയുകയുണ്ടായല്ലോ. ദൈവം എത്ര നല്ല ദൈവമെന്ന് രുചിച്ചറിയുവാൻ ഈ ആയുസ്സിൽ ദൈവം കൃപ ചെയ്തു. ഒരുപക്ഷെങ്കിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ ഏതവസ്ഥയിൽ ഇന്നാകുമായിരുന്നു, ആയിരിക്കുമായിരുന്നു എന്ന് ആലോചിച്ചു പോവുകയായിരുന്നു. തികച്ചും വ്യത്യസ്തമായ ജീവിത പാതയാണ് ആരംഭകാലത്തിൽ തിരഞ്ഞെടുത്തത്. അതൊരു പക്ഷെങ്കിൽ ചെന്ന് വളരെ ഗുരുതരമായ നിലയിൽ അത് അവസാനിച്ച് ഇന്ന് ഒരു പക്ഷെങ്കിൽ ജീവനോടെ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകുമായിരുന്നോ എന്ന് പോലും പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു പക്ഷെങ്കിൽ ആകുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി ദൈവം മുന്നമേ ചെയ്തിരുന്നത് കൊണ്ട് തക്ക സമയമായപ്പോൾ ആ വഴിയെ ദൈവം തിരിച്ചുവിട്ടു. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ വചനം ചില വ്യക്തികളിലൂടെ തക്ക സമയമായപ്പോൾ ആ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുകയും അത് വളരെ സാവകാശമായിട്ടാണെങ്കിലും അത് നല്ല നിലയിൽ അത് വളരുവാനും പടരുവാനും ഫലം പുറപ്പെടുവിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവങ്ങൾക്കായി, നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.